വളരെ ലളിതമായ കാര്യമാണ് ഈ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു ധൈര്യമാണ്. ഇത് ഭർത്താവും ഉണ്ട് കർത്താവും ഉണ്ട്, പക്ഷേ ഒരു കാര്യവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആകുല ചിന്ത ഇല്ലാതിരിക്കണമെങ്കിൽ എന്തു വേണം? നാം വീട്ടിലാളുണ്ട്. ചില വീട്ടിലൊക്കെ പ്രായമായ അപ്പച്ചൻ ഉണ്ടായിരിക്കും. കള്ളം വന്നാൽ കള്ളൻ എടുത്തെങ്കിലേ അപ്പച്ചൻ അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലും ആ കസേരയെ ചുമച്ചുകൊണ്ടൊരു അപ്പച്ചൻ ഇരിപ്പുണ്ടെങ്കിലും മരുമോക്കൊരു ധൈര്യമാണ്. ഈ അപ്പച്ചൻ മരിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത്. അപ്പോൾ നമ്മൾക്ക് ഉറക്കമില്ലാത്തത്, വല്ലാത്ത ആകുല ചിന്തകളെല്ലാം ഒറ്റ കാര്യം കൊണ്ടാണ്. നമുക്കൊരപ്പനുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. ഈ ഒരു ഉറപ്പ് വരുമ്പോഴാണ് മനസ്സിൽ നിന്ന് എന്തു മാറുന്നത്? ആകുല ചിന്ത. അതുകൊണ്ട് വേദപുസ്തകം നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമുക്കൊരു അപ്പനുണ്ട്. ഇനിയും ഈ അപ്പനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഈ ഭാഗത്ത് ധാരാളം വിവരണങ്ങൾ പറയുന്നുണ്ട്. ഈ ആരാ നമ്മുടെ അപ്പൻ? ആരാ നമ്മുടെ അപ്പൻ? അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്ക്, വയലിലെ താമര നോക്ക്, വയലിലെ പുല്ലിനെ നോക്ക്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ പോലും ഇത്രയും ഭംഗിയായി അണിയിച്ചൊരുക്കുന്ന ഒരു ദൈവം. ആകാശത്തിലെ പറവയെ നോക്ക്, ഇതുങ്ങളെ എല്ലാം പോറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ഒരു ദേശത്തുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യൻ വീട്ടിലുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ വിചാരം ഈ അപ്പൻ എനിക്ക് ഭക്ഷണം തരുമോ എന്നാ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്ന ഒരപ്പൻ്റെ മക്കളായ നമുക്ക് നാളെ എന്ത് കിട്ടും, നാളെ എന്ത് കുടിക്കും, നാളെ എന്ത് ഉടുക്കും? വയലിലെ പുല്ലിനെ നോക്ക്, ആകാശത്തിലെ പറവകളെ നോക്ക്. അതുകൊണ്ട് ആകുല ചിന്ത എന്ന് പറയുന്നത് ആർക്കുള്ള വിചാരമാണ്? ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കും. ആരാണ് ജാതി? നമ്മുടെ സഭയിൽ ഇല്ലാത്തവരെയാണ് നമ്മൾ പലപ്പോഴും എന്തെന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവം അപ്പനായിട്ടുണ്ടെന്ന് അറിയാത്ത മനുഷ്യരെ ആരായാലും, അത് മർത്തോമാക്കാരായാലും ഓർത്തഡോക്സുകാരായാലും ഇവാഞ്ചലിക്കക്കാരായാലും ആരായാലും അവരാരാണ്? ജാതി. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും അക്രൈസ്തവരായ നമ്മുടെ സഭയിൽപ്പെടാത്ത ഒരാളെ വിളിക്കേണ്ട പേരല്ല.